Meet the editors. സിബിൽ നിരോധിക്കണമോ എന്നാണ് ചോദ്യം. ജിമ്മി, നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഇത്രയും വലിയ പ്രതികരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമധികം ആളുകൾ, പലതരത്തിലുള്ള മനുഷ്യരാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത്. അതിൽ തട്ടുകട നടത്തുന്നവരുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട്, അധ്യാപകനുണ്ട്, ചലച്ചിത്ര താരമുണ്ട്, കർഷകരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഇല്ലാത്ത ആരുമില്ല എന്നുള്ളതാണ്. റൈറ്റ്. സിബിൽ നിരോധിക്കണം. ഈ കാര്യത്തിൽ നമ്മൾ ഇന്ന് മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ലോൺ കിട്ടാതെ പോയ മനുഷ്യരുടെ, സിബിലിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരുടെ, സിബിൽ സ്കോർ ഇത്രയേ ഉള്ളൂ എന്ന് ആദ്യമായി അറിഞ്ഞ് ഞെട്ടുന്ന മനുഷ്യരുടെ കഥയാണ്. ഈ പൈസ തിരിച്ചടയ്ക്കാതെ നാട് വിട്ടോടിയ കുറേ പണക്കാരുടെ കഥയും നമ്മൾ കേട്ടതാണല്ലോ. മെഹുൽ ചോംസ്കി, പിന്നെ കിങ് ഓഫ് ഗുഡ് ടൈംസ് നമ്മുടെ വിജയ് മല്യ. ഈ ഒരുപാട് കട ഉണ്ടായിട്ടും ഇന്ത്യ വിട്ട് ഓടാത്ത ആളുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പറയാം. അയാളുടെ പേര് അനിൽ അംബാനി എന്നാണ്. അനിൽ അംബാനി ഇവരെക്കാളൊക്കെ ഒരുപാട് കടം വരുത്തി വെച്ച മനുഷ്യനാണ്. നമ്മളൊക്കെ ഒരു കാലത്ത് ആഘോഷിച്ച ഒരു കമ്പനിയായിരുന്നു അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ്. അവരുടെ കടം എത്രയാണെന്നറിയാമോ? 47,251 കോടി രൂപ. അനിൽ അംബാനി കുടുംബത്തിലെ ഇളമുറ തമ്പുരാൻ്റെ കടമാണ് 47,251 കോടി രൂപ. അദ്ദേഹം തിരിച്ചടച്ചത് എത്രയാണെന്നറിയാമോ? 455 കോടി. വെറും 455 കോടി. 46,796 കോടി ബാക്കി വരുന്ന തുക എഴുതി തള്ളി. ആരെഴുതി തള്ളി? കടം കൊടുത്ത ബാങ്കുകൾ എഴുതി തള്ളി. ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇന്ത്യയിൽ. അത് കുറച്ച് പഴയ കഥയാണ്. ഇന്നലെ ദലാൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന മാഗസീനിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അനിൽ അംബാനീസ് കമ്പനി ഫോംസ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിത്ത് സെൻട്രൽ മെക്കാനിക്സ് USA. ഇത് അമേരിക്കയിലെ സൈനിക വകുപ്പിൻ്റെ ഒരു കമ്പനിയാണ്. 20,000 കോടി രൂപയുടെ ഒരു പുതിയ കരാർ അനിൽ അംബാനിയുടെ കമ്പനി. ആ കമ്പനിയുടെ പേര് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ്. മാറിപ്പോരുത്. മറ്റേത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, ഇത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറായി. 20,000 കോടി രൂപയുടെ ഒരു പുതിയ കരാർ വരുന്നു. ഇന്ത്യയിലെ എയർഫോഴ്സിനും ഇന്ത്യയിലെ നേവൽ ഫോഴ്സിനും അതുപോലെ തന്നെ അമേരിക്കൻ സൈന്യത്തിനും തമ്മിൽ സഹകരിക്കാനുള്ള ഒരു പുതിയ കരാറാണ്. ഇത് ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയുമില്ല. എന്തുകൊണ്ടാണ്? വലിയ വലിയ കമ്പനികൾക്ക് നമ്മൾ ഈ പറയുന്ന സിബിൽ ഒരു കമ്പനി മാത്രമാണ്. വേറെ നിരവധി കമ്പനികളുണ്ട്. ഹൈ റാങ്ക്, ഹൈ മാർക്ക് എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരുപാട് കമ്പനികളുണ്ട്. ഇതൊന്നും ഇന്ത്യനിലെ പണക്കാരുടെ, വലിയ വലിയ കമ്പനികളുടെ, മൾട്ടി ബില്യണേഴ്സിന് ഇതൊന്നും ബാധകമല്ല. അത്തരം ആളുകളുടെ എങ്ങനെയാണ് നോക്കുന്നത്? അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കും, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കും, അടുത്ത 5 വർഷത്തെ പ്രൊജക്റ്റഡ് പ്ലാൻ നോക്കും. ഇങ്ങനെയാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. എന്താ കാരണം? ഇയാൾക്ക് പണം തിരിച്ചടക്കാൻ പോയി. ഇയാൾക്ക് ഇനിയൊരു തവണ കൂടെ ലോൺ കൊടുത്താൽ അത് തിരിച്ചടയ്ക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കുകയും ഈ കോടാനുകോടി പണം വെറുതെ നശിപ്പിച്ച് കളഞ്ഞ, ഡർബാർ അടിച്ച് കളയുകയോ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കളയുകയോ ചെയ്ത ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല ഇന്ത്യയിൽ ലോൺ കിട്ടാൻ. അതേസമയം നമുക്കോ? ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഒരൊറ്റ യുക്തിയേ ഉള്ളൂ ബാങ്കുകൾക്ക് മുമ്പിൽ. ഇയാൾ പണം കടമെടുത്തിട്ടുണ്ടോ? കടമെടുത്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉള്ളൂ. ഒരു പണവും എടുക്കാത്ത ഒരാൾക്കാണെങ്കിൽ സിബിൽ സ്കോർ വളരെ കൂടുതലൊന്നും കയറില്ല, വളരെ ആവറേജ് ആയിരിക്കും. ഈ സിബിൽ സ്കോർ ഈ ലോൺ ഇയാൾ തിരിച്ചടച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ 700 മുകളിലേക്ക് കടക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പണം തിരിച്ചടയ്ക്കാൻ താമസിക്കുന്നുണ്ടെങ്കിൽ അത് സിബിൽ സ്കോറിൽ കുറയുകയാണ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പണം തിരിച്ചടയ്ക്കാതിരുന്നത് തിരിച്ചടച്ചു, കാര്യങ്ങളെല്ലാം ശരിയാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ബൈക്ക് വാങ്ങിക്കാൻ ഒരു വാങ്ങിച്ചു, ആ ബൈക്കിന് കുറച്ച് ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കി 10 വർഷത്തിന് ശേഷം വീട് ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴാണ് സിബിൽ സ്കോർ ഇങ്ങനെയാണ് കിടക്കുന്നത്. കാരണം ബാങ്കുകൾക്ക് ഒറ്റ ലോജിക്കേ ഉള്ളൂ. ഇയാളുടെ ഇതുവരെയുള്ള ഫിനാൻഷ്യൽ ഹിസ്റ്ററി എന്താണ്, അതുമാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇയാൾ നന്നായോ, അതിനുശേഷം ഇയാൾക്കൊരു ജോലി കിട്ടിക്കാണും, ഇതിനുശേഷം അയാളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നന്നായി കാണും, ചിലപ്പം ഇയാളുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഇയാൾ തന്നെ ഗൾഫിൽ പോയിട്ടുണ്ടാവും, അയാൾക്ക് പണം കിട്ടിയിട്ടുണ്ടാവും. ഇതൊന്നുമില്ല. ബാങ്കുകൾക്ക് മുമ്പിൽ ലളിതമായ ഒരൊറ്റ യുക്തിയാണ്, ഒരു തവണ കള്ളനായാൽ പിന്നെ നീ ജീവിതകാലം മുഴുവൻ കള്ളനാണെന്ന നാട്ടിലെ പറയുന്ന അതേ രീതിയിൽ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യയിലെ ബാങ്കുകൾ സിബിൽ പോലെയുള്ള സംവിധാനങ്ങൾ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യുക്തിയുമില്ല ഈ കാര്യത്തിന്. ഒരു മനുഷ്യൻ്റെ സാമ്പത്തികസ്ഥിതി അളക്കാൻ എന്തെങ്കിലും ഒരിക്കൽ അയാൾ ലോൺ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്താണ് കുഴപ്പം? ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലോൺ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ലോൺ കൊടുക്കാൻ, ലോൺ വാങ്ങാൻ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്.
അവർക്ക് കൊടുത്താൽ മതി. ഇനി ഒരു ഘട്ടം കൂടെ മുമ്പോട്ട് കടക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യ വളരെ ശക്തമാകുമ്പോൾ നിങ്ങളുടെ ഓരോ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ചൈനയിൽ ഞാനിതുമായി ബന്ധപ്പെട്ട ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ സംസാരിക്കുമ്പോൾ ചൈനയിൽ ഒരു പരിപാടി ഉണ്ട് അത്രേ. നിങ്ങളുടെ കടം വല്ലാതെ പെരുകുകയാണെങ്കിൽ ഒരു പ്രവിശ്യയിൽ നിന്ന് വേറൊരു പ്രവിശ്യയിലേക്ക് പോകാനുള്ള ബസ് ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല, തടഞ്ഞോളെ. അപ്പോൾ പുതിയ സ്റ്റേറ്റും പുതിയ സാമ്പത്തിക സംവിധാനങ്ങളും നിങ്ങളെ ഒരു വശത്ത് നിന്ന് വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2014 ഈ സിബിൽ എന്ന് പറയുന്ന സംവിധാനങ്ങൾക്കും സിബിൽ പോലെയുള്ള സംവിധാനങ്ങൾക്കും ബാങ്കിലെ നമ്മുടെ സാമ്പത്തിക ഇടപാടിൻ്റെ വിവരങ്ങൾ കൊടുക്കണമെന്ന് റിസർവ് ബാങ്ക് നിയമം കൊണ്ടുവരുന്നത്. അതുവരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരറ്റത്ത് നിന്ന് മുറുക്കി ഏതാണ്ട് ഇവിടം വരെ എത്തി. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് കടയിൽ പോയി ഒരു ചായ വാങ്ങിച്ച് കൊടുക്കണമെങ്കിൽ, നിങ്ങളുടെ GPay വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യണമെങ്കിലോ ഫോൺ പേ വർക്ക് ചെയ്യണമെങ്കിലോ നിങ്ങളുടെ സിബിൽ സ്കോർ ബാധകമാക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ആശ്ചര്യ കഥയായിരിക്കും. 10 വർഷം മുമ്പ് നിങ്ങളുടെ സകല സാമ്പത്തിക ചരിത്രവും ബാങ്കുകളും മറ്റുമൊക്കെ ചുരണ്ടിയെടുക്കുമെന്നുള്ളത് ഒരു ആശ്ചര്യകഥയായിരുന്നത് പോലെ കുറച്ചു കാലം കഴിയുമ്പോൾ അതുകൂടെ വരും. ഇനി ഒരു കഥ കൂടിയുണ്ട്. അത് നിലയ്ക്കനി നമ്മുടെ ആധാർ കാർഡിൻ്റെ പിതാവ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോംബെയിൽ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ഘട്ടം കൂടെ കടന്ന് നമുക്ക് ആലോചിക്കാം. GST റിട്ടേൺസ് ഉണ്ടല്ലോ, ഈ GST റിട്ടേൺസ് നമ്മൾ അടയ്ക്കുന്നു, ഒരു വ്യവസായി അടയ്ക്കുന്നു, ഒരു കച്ചവടക്കാരൻ അടയ്ക്കുന്നു. അതിൻ്റെ ഇൻഫർമേഷൻ കൂടെ നമ്മൾ ബാങ്കുകൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അപ്പോൾ എന്താ ഗുണം? അടുത്ത പ്രാവശ്യം ലോൺ തിരിച്ചടയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ മാസം അയാളുടെ GST റിട്ടേൺസ് കുറഞ്ഞു പോയാൽ അറിയാം. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു പാത്രം ഒരു കവർ പാല് വാങ്ങിക്കുന്നത് മുതൽ വൈകുന്നേരം വീട്ടിലേക്ക് നിങ്ങൾ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ബിസ്ക്കറ്റ് വരെയുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്വഭാവ പാറ്റേൺ മുഴുവൻ സ്കാൻ ചെയ്ത് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിനകത്തൊരു ലളിത യുക്തി കൂടി വയ്ക്കും. അവിടെയാണ് പ്രശ്നം. ഒരു ലളിത യുക്തിയിൽ ഒരു തവണ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലോൺ നിഷേധിക്കാം. ഇതിൻ്റെ പിന്നിൽ ഒരു കളി കൂടി ഉണ്ട് കേട്ടോ. ബാങ്കുകൾക്ക് പൊട്ടന്മാരൊന്നുമല്ല. എനിക്കുണ്ടായ ഒരു അനുഭവ കഥ പറയാം. എൻ്റെ സിബിൽ സ്കോർ മോശമായിരുന്ന ഒരു കാലത്ത് ഞാൻ വീട് ലോൺ എടുക്കുകയാണ്. എല്ലാം ശരിയായി അവസാനം വരുന്നു. അപ്പോൾ പറഞ്ഞു അത് സിബിൽ കുറച്ച് മോശമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതുകൂടെ എടുത്താൽ മതി. 5 ലക്ഷം രൂപ എടുക്കേണ്ടി വന്നു. അപ്പോൾ ലോണിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് മറ്റു ചില പ്രോഡക്റ്റുകൾ വാങ്ങിപ്പിക്കാനുള്ള ഒരു പരിപാടി കൂടി എടുക്കുകയാണ്. സിബിൽ എന്ന ബ്രഹ്മാസ്ത്രം ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ എന്തും നടക്കും. ഇനി ഈ നാട്ടിലെ നിയമങ്ങളില്ലാത്തത് കൊണ്ടാണോ? നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സിബിലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് റിസർവ് ബാങ്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബാങ്കുകളുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓംബുഡ്സ്മാനെ ഒരു മാസത്തിനകം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഓംബുഡ്സ്മാന് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഓംബുഡ്സ്മാൻ ആ പരാതിയിൽ നടപടിയെടുക്കും. എടുത്ത അനുഭവമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്നൊരു മെയിൽ അയച്ചാൽ മതി. പക്ഷേ ഇന്ത്യയിൽ എത്ര പേർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഓംബുഡ്സ്മാനെ സമീപിക്കാനും ഓംബുഡ്സ്മാൻ വഴി പരിഹാരം നേടാനുള്ള ബോധമുണ്ട്? എത്ര പേർക്ക് ഇമെയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം? ഒരു അനുഭവ കഥ കൂടി. ഇന്ത്യയിൽ കോവിഡ് വന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ സ്ത്രീകൾക്ക് പണം കൊടുക്കുന്ന ഒരു സ്കീമുണ്ടായിരുന്നു. 3 മാസം 2020 3 മാസം 500 രൂപ വെച്ച് സ്ത്രീകൾക്ക് ലോൺ കൊടുക്കുന്നു. വളരെ വലിയ സ്കീമായിരുന്നു അത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന പഴയ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. ഈ കോവിഡ് കാലത്തിന് ശേഷം ഒരു 2-3 സർവേകൾ പല സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ 30% ബാങ്ക് അക്കൗണ്ടിലെയും പൈസ ഒന്നുപോലും ആരും എടുത്തിട്ടില്ല. കോവിഡ് കാലമാണ്, പട്ടിണിയാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്താണെന്ന് സർവേ നടക്കുമ്പോൾ പറയാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെന്ന്. ചിലർ പറഞ്ഞു ഞങ്ങൾക്കറിയാം പക്ഷേ എടുക്കാൻ അറിയില്ല. ചിലർ പറഞ്ഞു ഏതോ ഒരു ഫോൺ നമ്പറൊക്കെ പറഞ്ഞ് അന്ന് ആരോ ബാങ്ക് അക്കൗണ്ട് മേടിച്ചതെന്നാണ്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ മോനെ ഒന്ന് വാങ്ങിച്ചു തരുമോ? ഇങ്ങനത്തെ ദരിദ്ര നാരായണന്മാർ ജീവിക്കുന്ന ഒരു നാട്ടിൽ സിബിൽ പോലെ വളരെ കോംപ്ലിക്കേറ്റഡായിട്ടൊരു സംവിധാനം കൊണ്ടുവരികയും അതിനു മുകളിൽ നിങ്ങൾക്ക് ഓംബുഡ്സ്മാനുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കുറച്ചുകൂടി വരിഞ്ഞു മുറിക്കാൻ കൊണ്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ച് ബാങ്കുകൾ ചോദിക്കുമായിരിക്കും, ഒരാൾ പണം തിരിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളതിന് ഞങ്ങൾക്ക് എന്താ മാർഗം? സിബിൽ പോലെയുള്ള സംവിധാനങ്ങളല്ലേ എന്ന് ചോദിക്കും. അതിനുള്ള ഉത്തരം കുറച്ചുകൂടെ കോമൺ സെൻസിൽ, കുറച്ചുകൂടെ സാമാന്യ ബുദ്ധിയിൽ ബാങ്കുകൾ ആലോചിച്ച് നോക്കൂ. ഒരാൾ ഒരു തവണ പണം
ഡിഫോൾട്ട് വരുത്തിയത് കൊണ്ട് ജീവിതകാലം മുഴുവൻ അയാൾക്ക് അതിന് ശേഷിയില്ലാത്ത ആളാണെന്ന യുക്തി നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെയാണ് ഉത്തരം കണ്ടെത്താനുള്ളത്? ബാങ്കുകളുടെ ചോദ്യമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ പണിയാണ്, ബാങ്കുകളുടെ ജോലിയാണ്, ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് ലോൺ തിരിച്ചടക്കുന്നതിനെക്കുറിച്ചും ലോൺ തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. സിവിൽ പോലെയുള്ള ലളിത യുക്തികൾ കൊണ്ടൊന്ന് ജനങ്ങളുടെ നെഞ്ചത്ത് കയറിയാൽ അത് ചിലപ്പോൾ ജനങ്ങൾ വളരെ വയലൻ്റായിട്ട്, ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് പോയതാണ്, ജനം പ്രതികരിക്കും. അത്രയും ഗതികേടിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് സിബിലിൻ്റെ കാര്യത്തിൽ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ മനോഹരമായൊരു സ്വർണ്ണ തത്വമുണ്ട്, ഗോൾഡൻ പ്രിൻസിപ്പിളുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരു തവണ ചെയ്ത കുറ്റത്തിന് ഒന്നിലേറെ തവണ നിങ്ങളെ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. നോ ഡബിൾ ജിയോപാർഡി. ഇന്ത്യയുടെ ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന മൗലികമായ അവകാശങ്ങളിലൊന്നാണ്. ഒരു കുറ്റം നിങ്ങൾ ചെയ്താൽ ആ കുറ്റത്തിന് ഒരു ശിക്ഷ നിങ്ങൾക്ക് വഹിക്കാം. നിങ്ങൾ ഒരു തവണ ലോൺ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങൾക്കതിൻ്റെ പിഴപ്പലിശ ചേർത്ത് നിങ്ങളത് അടയ്ക്കുന്നതോടുകൂടി ആ വീഴ്ചയ്ക്കുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ള പ്രമാണമാണ് സിബിലിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് ഒരു തെറ്റിന് നിങ്ങൾ ഒന്നിലേറെ തവണ ശിക്ഷിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു സിബിലിൽ. അതാണ് നമ്മുടെ മുന്നിൽ വന്ന് ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നത്. ഒരു ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ടെടുത്ത പണം 2-3 മാസം കോവിഡ് കാലത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അത് പിന്നീട് ആ പൈസയും പിഴപ്പലിശയും ചേർത്തടച്ചിട്ടും വീട് വയ്ക്കാൻ ലോൺ എടുക്കുന്ന സമയത്ത് ലോൺ എടുക്കാൻ കഴിയാതെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് രാവിലെ കേരളം വാർത്ത കേട്ടുണർന്നത് ചാരുമൂട് നിന്നും ശശി എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യാ വാർത്ത കേട്ടുകൊണ്ടാണ്. ശശി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ശശി എടുത്തത് 1.25 ലക്ഷം രൂപ മാത്രമാണ്. എവിടുന്നാണ് എടുത്തത്? 2 മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നാണ്. എത്രയായിരുന്നു പലിശ? 31% പലിശ. ഈ 31% പലിശയ്ക്ക് ശശി എന്തിനാണത് എടുത്തത്? വീടൊന്ന് സംരക്ഷിച്ച് നിർത്താൻ, ആ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടമൊന്ന് ഒരുക്കി നിർത്താൻ, ആ തൻ്റെ ജീവിതോപാധികൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി 65,000 അതിനുശേഷം എടുത്ത തുകയും കൂടി ചേർത്ത് തിരിച്ചടയ്ക്കാൻ ഒരാഴ്ചത്തെ ഇടവേള എടുത്തപ്പോൾ, വീഴ്ച വരുത്തിയപ്പോൾ വീട്ടിലേക്ക് മൈക്രോ ഫിനാൻസുകാർ വന്നു. അന്വേഷിക്കുമ്പോഴാണ് ഒരു ദേശസാൽകൃത ബാങ്കും ശശിക്ക് ലോൺ കൊടുക്കില്ല. കാരണം ശശിയുടെ സിബിൽ സ്കോർ താഴെയാണ്. കാര്യം സിബിലിന് ശശിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയില്ല. ശശി ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സിബിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സിബിൽ എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ പണം കൃത്യമായി തിരിച്ചടവ് ശേഷിയുള്ള മനുഷ്യർക്ക് കൊടുത്ത് പണവിഹിതം ഉണ്ടാക്കുന്ന, പലിശ വിഹിതം ഉണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ചെയിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഞാൻ സിബിൽ എന്ന് പറയുന്ന ഒരു ആശയത്തെ പൂർണ്ണമായി എതിർക്കുന്നയാളെയല്ല. കാരണം ബാങ്കുകൾക്ക് പണം വായ്പ കൊടുക്കുന്ന സമയത്ത് തിരിച്ചടവ് ശേഷിയുണ്ടോ എന്ന് ഉറപ്പാക്കണം. പക്ഷേ അതിന് ജനകീയ മുഖമുണ്ടാവണം, സുതാര്യതയുണ്ടാവണം, മിനിമം കോമൺ സെൻസെങ്കിലും ഉണ്ടാവണം. രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാകരുത് സിബിൽ പോലെയൊരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്. അതാണ് ആദ്യത്തെ കാര്യം. 2, നേരത്തെ ജിമ്മി പറഞ്ഞു വെച്ചു, ചോക്സിയുടെ കാര്യം പറഞ്ഞു വെച്ചു. നീരവ് മോദി, വിജയ് മല്യ, ഇവർ തിരിച്ചടയ്ക്കേണ്ട പണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. 16,000 കോടി ബാങ്കിലേക്ക് പിന്നീട് വീണ്ടും കിട്ടുന്നു. എത്ര നാളിന് ശേഷമാണ്? രാജ്യം വിട്ടുപോയി 7-8 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരെ പീനലൈസ് ചെയ്യുന്നതെന്ന് ഓർമ്മിക്കണം. ഇവർ കൊണ്ടുപോയ തുക അതിൻ്റെ പിഴപ്പലിശ സഹിതം തിരിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും കാലം ഇവർ ബാങ്കുകളെ പറ്റിച്ച് എങ്ങനെയാണ് വിദേശത്തേക്ക് ഇവർക്ക് പോകാനുള്ള സൗകര്യമൊരുക്കിയത്? നിങ്ങൾ നീരവ് മോദിയും വിജയ് മല്യയും ആണെങ്കിൽ നിങ്ങൾക്ക് രാജ്യം വിട്ടു പോകാം. ശശിയാണെങ്കിലോ ജീവൻ വെടിഞ്ഞു പോകാം. അതാണ് അവസ്ഥ. ഇതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഗൗതം അദാനിയുടെ കാര്യം തന്നെ. അദാനിയുടെ ബിസിനസ്സുകളെല്ലാം പലതും ലാഭകരമായി പ്രവർത്തിക്കുന്നവയുണ്ട്, പലതും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയുണ്ട്, പലതും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതുമുണ്ട് ചില സ്ഥാപനങ്ങൾ. ഗൗതം അദാനിയുടെ നിലവിലത്തെ കടം എത്രയാണെന്ന് അറിയാമോ? നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. 2,27,000 കോടി രൂപയായിരുന്നത് 2,41,000 മാറി. 2.41 ലക്ഷം കോടിയായിട്ട് കടം മാറിയിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ ബാങ്കുകളുടെയും ഇന്ത്യയിലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെയും കയ്യിൽ നിന്നെടുത്തേക്കുന്നത് 36% ആണ്, 36%. കൃത്യമായി പറഞ്ഞാൽ 88,100 കോടി രൂപ ഗൗതം അദാനി ഇന്ത്യയിലെ വിവിധ ബാങ്കുകളുടെയും ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും പേരിൽ കടമെടുത്താണ് അദ്ദേഹം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ ക്യാപിറ്റലിന്റെ 60% കടമാണ്. 60% കടം എന്ന് പറയുന്നത്. ശശി എന്ന് പറയുന്ന മനുഷ്യൻ ആ ജീവിതം കൂട്ടിമുട്ടിക്കാൻ 1.25 ലക്ഷം രൂപയുടെ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കടമെടുത്തുള്ളൂ. മരിക്കേണ്ടി വന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പാഡി റെസിപ്റ്റ് ഷീറ്റ്, സർക്കാർ കൊടുക്കുന്ന
വായ്പാ സംവിധാനമല്ലേ? അതിൽ പല ആളുകളും, എല്ലാവരുടെയും കാര്യമല്ല, ചില കർഷകർക്ക് ഇന്ന് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ഒന്ന് പറഞ്ഞു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? അവർ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്ത് സിവിൽ സപ്ലൈക്കോ അത് ഏറ്റുവാങ്ങുമ്പോൾ സിവിൽ സപ്ലൈക്കോ ഗ്യാരണ്ടിയായി നിന്ന് പാടി റിസിപ്റ്റ് കൊടുക്കും. പക്ഷേ അതെങ്ങനെയാണ് ബാങ്കിൻ്റെ കണക്കിൽ രേഖപ്പെടുത്തുന്നത്? ഈ കർഷകന് കൊടുത്ത ലോണായിട്ട് രേഖപ്പെടുത്തുന്നു. അയാളുടെ പാൻ നമ്പറും ആധാറും കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാകുന്നു. പാൻ നമ്പറും ആധാറും കിട്ടിയാൽ ആ ഡാറ്റ നേരെ ബാങ്കിൽ ലിങ്ക് ചെയ്യുന്നത് സിബിലിലേക്കാണ് ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്, 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റ് റിപ്പോർട്ടും സിബിലിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അതായത് നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി കടമെടുത്താൽ, PRS ആണെങ്കിൽ പോലും, കർഷകൻ പണമെടുത്താൽ പോലും 15 ദിവസത്തിനുള്ളിൽ ആ ബാങ്ക് കൃത്യമായും സിബിൽ എന്ന് പറയുന്ന ഈ ഏജൻസിക്ക്, ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിക്ക്, ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കൈമാറണം 15 ദിവസത്തിനുള്ളിൽ. അത് കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും നിങ്ങളുടെ പേരിൽ അത് ക്രെഡിറ്റ് ഡിഫോൾട്ടായിട്ടാണ് അത് രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. എന്താ ക്രെഡിറ്റ് സ്കോർ? 300 മുതൽ 900 വരുന്ന ഡിജിറ്റിലുള്ളതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. 900 എന്ന് പറയുന്നതാണ് മാക്സിമം. 790 മുകളിൽ കിട്ടിയാൽ എക്സലൻറ്റ്, 771 മുകളിലാണെങ്കിൽ ഗുഡ്. ഇതാണ് അവിടുത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. 760 മുകളിലാണെങ്കിൽ ഗുഡ്, അതിനുശേഷം ഇങ്ങോട്ട് താഴോട്ട് വരും. 690 താഴെ ആണെങ്കിൽ വെരി ബാഡാണ്, ലോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. 300 മുതൽ 900 വരെയുള്ള സൂചിക, ഇൻഡിക്കേറ്റർ. ആ ഇൻഡിക്കേറ്ററിൽ നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ പിഴപ്പലിശയടക്കം അടച്ചുപോയ ലോണിന് പോലും നിങ്ങൾക്ക് സ്കോർ കുറയുന്നുണ്ടെങ്കിൽ ഇതൊരു അന്യായമായ ഏർപ്പാടല്ലേ? സിമ്പിൾ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചോദിക്കാവുന്ന കാര്യമല്ലേ നമ്മുടെ മുന്നിലുള്ളത്? ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 3, ഇതിപ്പോൾ നോക്കൂ, സിബിൽ സ്കോർ പൊതുമേഖലാ ബാങ്കുകളുടെ തൊഴിൽ ഇടങ്ങളിലെ അവരുടെ തൊഴിലവകാശത്തെ കൂടി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അടുത്തിടെ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. കാർത്തികേയൻ എന്ന് പറയുന്ന മദ്രാസിലെ ഒരു ഉദ്യോഗാർത്ഥി SBIയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്ക്, CBO തസ്തികയ്ക്ക് അപേക്ഷിച്ചപ്പോൾ ബാങ്ക് ഇയാളുടെ സിവിൽ സ്കോർ പരിശോധിച്ചു. സിവിൽ സ്കോർ 700-ൽ താഴെയാണ്. ഇയാൾക്ക് മെച്ചപ്പെട്ട സിവിൽ സ്കോർ ഇല്ലാത്തത് കൊണ്ട് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി ഇയാൾക്ക് അനുകൂലമായിട്ടല്ല വിധി പറഞ്ഞത്. സാമ്പത്തിക അച്ചടക്കം ഒരു ബാങ്കിങ് സ്ഥാപനത്തിലെ ജീവനക്കാരന് വേണമെന്നുള്ളത് കൊണ്ട് സിബിൽ സ്കോർ പരിശോധിക്കാം. SBI മാത്രമല്ല, ബാങ്ക് ഓഫ് ബറോഡ അടക്കമുള്ള സ്ഥാപനങ്ങളും ഇന്ന് സിബിൽ സ്കോർ തൊഴിലിന് വേണ്ടി പരിഗണിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ കോവിഡ് കാലം മൊറട്ടോറിയം പ്രഖ്യാപിച്ചപ്പോൾ ഞാനടക്കമുള്ള, അന്ന് ഞാൻ സർക്കാർ സർവീസിലാണ്, നമ്മൾ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നൊരു സംവിധാനം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ബാങ്ക് ഇതിൽ നിന്ന് പലിശ സഹിതം ലോൺ തിരിച്ചെടുക്കുന്നില്ല, ബാങ്കിൽ ബാലൻസ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും. എന്നിട്ട് 6-7 മാസം കഴിഞ്ഞ് മൊറട്ടോറിയം പിൻവലിക്കുമ്പോൾ അതെൻ്റെ ക്രെഡിറ്റ് കാർഡിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ സിബിൽ സ്കോറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിരവധി അധ്യാപകർ, നിരവധി ജീവനക്കാർ, ബാങ്ക് വാഹനങ്ങളുടെ വായ്പ എടുത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാതെ വിളിച്ചു പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒട്ടും ജനകീയമല്ലാത്ത ഒരു സർവൈലൻസിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങൾ വരുത്തുന്ന വീഴ്ചയ്ക്ക് ഒന്നിലേറെ തവണ നിങ്ങളെ ശിക്ഷിക്കുന്ന, നിങ്ങളുടെ ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് 2 വ്യക്തികൾക്ക് 2 നിയമം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. അത് അദാനിയോ വിജയ് മല്യയോ നീരവ് മോദിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു നിയമം, അത് ശശിയോ ഈ പറയുന്ന പാവപ്പെട്ട കർഷകനോ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പലകുറി ബാങ്കുകൾ കയറിയിറങ്ങുന്ന ഒരു സാധാരണക്കാരനോ ആണെങ്കിൽ മറ്റൊരു നിയമം എന്ന മട്ടിലാണ്. അതുകൊണ്ട് സിബിൽ എന്ന് പറയുന്ന വ്യവഹാര രീതിയിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്, അത് സുതാര്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇനി ചില ആളുകൾ ഈ സിബിൽ സ്കോർ കൂട്ടാനുള്ള പരിപാടിയുമായിട്ട് നടക്കുന്നവരുണ്ട്. അതിൽ ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ചില പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ ഇച്ചിരി സിബിൽ സ്കോർ കുറവാണെങ്കിലും നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന മട്ടിലുള്ള ബാങ്കിൻ്റെ പ്രലോഭനങ്ങൾ 1. 2, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണപ്പണയം കൊണ്ട് വെച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ കൃത്യസമയത്ത് പണം എടുത്ത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോർ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് സൂത്രപ്പണികളുണ്ടെന്നേ. അതുകൊണ്ട് ജനകീയമായൊരു സംവിധാനമായി, കൂടുതൽ സുതാര്യതയുള്ളൊരു സംവിധാനമായിട്ട് സിബിൽ മാറണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുന്നത് കരുതിയാൽ തുടർച്ചയായ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഈ ദേശസാൽകൃത ബാങ്കുകളെ അഭയം പ്രാപിക്കുന്ന സമയത്ത് അവർക്ക് വായ്പ കൊടുക്കാൻ കഴിയാതെ വന്നാൽ അവർക്ക് സ്വാഭാവികമായും ആശ്രയിക്കേണ്ടി വരിക ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെയാണ്. അവരുടെ ക്രൂരമായ പലിശയാണ്, വട്ടപ്പലിശയ്ക്കാണ് ഇവർ ഈ പണം കടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പോയി കുടുങ്ങുന്ന മനുഷ്യർ, അവരുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ മനുഷ്യത്വരഹിതമായ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഒരു പ്രമാണമായിട്ട് സിബിൽ രേഖ മാറുന്നുണ്ട്
എന്നുള്ളതാണ് ഏറെ ദയനീയമായ ചിത്രം. അത് മാറേണ്ടതാണ്, കൂടുതൽ സുതാര്യമാവണം, അതിൻ്റെ ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ വ്യക്തമാവണം, അത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാവുന്ന തരത്തിലാവണം. മാത്രവുമല്ല, നിങ്ങൾക്ക് സിബിൽ സ്കോർ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ വന്നപ്പോൾ അത് സൗജന്യമായിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു മാസം 550 രൂപ, ഒരു വർഷം നിങ്ങൾക്കതിന് 1200 രൂപ കൊടുത്താലേ സബ്സ്ക്രിപ്ഷൻ പോലും കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര കടമുണ്ടെന്നറിയാൻ, നിങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള ശേഷിയുണ്ടോ, നിങ്ങൾക്ക് കടം വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നറിയാൻ അങ്ങോട്ട് കടം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കൂടുതൽ ജനകീയവും സുതാര്യവും കോമൺ സെൻസോടു കൂടിയുള്ളതും നീതിയുക്തവുമാവുക എന്നതാണ് ആവശ്യം. സാധാരണക്കാരൻ്റെ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു മനുഷ്യൻ വായ്പ എടുക്കാൻ പോകുന്നത് ഒന്നുകിൽ അവൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെയായിരിക്കും, അതല്ലെങ്കിൽ അവനവൻ്റെ ജീവിതം എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആ വായ്പ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ, അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റിപ്പോർട്ടർ TV ഇന്ന് സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് സിബിൽ നിരോധിക്കണമെന്ന ചോദ്യത്തിന് നിരോധിക്കേണ്ടതില്ല, പക്ഷേ മാറ്റം വരുത്തേണ്ടതുണ്ട്, അടിമുടി മാറേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. സിബിൽ നിരോധിക്കണമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ വിഷയം എടുക്കുന്ന സമയത്ത് സാധാരണക്കാരിൽ കുറേ മനുഷ്യർക്ക് ഇത് അറിയാത്തതും, കുറേ മനുഷ്യർ ഇത് എന്ത് ചെയ്യണമെന്നറിയാത്ത മനുഷ്യരും, ചിലർ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ളതും നിരാശയോടുകൂടി പോന്നിട്ടുള്ളതുമാണ് സിബിൽ. നമ്മളിന്ന് ധൈര്യപൂർവ്വം മറ്റൊരു ചാനലും ഒരു മാധ്യമവും ഏറ്റെടുക്കാത്ത തരത്തിൽ ഒരു ദിവസം മുഴുവൻ നമ്മളിന്ന് സിബിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ആൻറ്റോ അഗസ്റ്റിനാണ് ഈ വിഷയം തന്നെ എടുക്കണം എന്ന് നിർബന്ധം പിടിച്ചതും. ഇന്നിപ്പോൾ ഈ വരുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മുടെ ക്യാമ്പയിൻ ഫലം കണ്ടു എന്ന് തോന്നുന്നില്ലേ? നിരോധിക്കണമോ സിബിൽ? അരുൺ സാറേ, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഒരു വീട്ടിലെ ഒരാളെങ്കിലും ഇതിരിരയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതാരാണ് നമ്മുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്, ആരാണ് ഇതിന് അധികാരം കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ പാവങ്ങളോട് ബാങ്കുകൾ ചെയ്യുന്ന കൊടും ചതിയാണ് ഇത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണ് അവസ്ഥ? ഒരു കുട്ടി ഒരു ഡിഗ്രി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിദ്യാഭ്യാസ ലോണിന് പോവുകയാണ്. വിദ്യാഭ്യാസ ലോണിന് പോകുമ്പോൾ വിദ്യാഭ്യാസ ലോൺ എങ്ങനെയാണ് കൊടുക്കുന്നത്? വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടി തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വർഷം മൊറട്ടോറിയം? 2 വർഷമോ 3 വർഷമോ എത്രയാണോ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ കാലാവധി, അത് കഴിഞ്ഞുള്ള ശേഷമുള്ളതാണ് മൊറട്ടോറിയം. അതോടുകൂടി കഴിയുകയാണ്. 3 വർഷത്തോടുകൂടി 2 വർഷത്തോടുകൂടി മൊറട്ടോറിയം കഴിയുകയാണ്. ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറണം, ഇൻ്റർവ്യൂവിന് പോകണം, ജോലി കിട്ടണം എന്നുള്ളതാണ്. സാധാരണക്കാരായ പാവങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസം നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ലോൺ എടുത്ത് പഠിക്കുന്ന ആളാണ്. 80% വിദ്യാർത്ഥികളും ലോൺ എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരായ ഞാൻ പറയുന്നത്, അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്താണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിക്കേ. 3 മാസം ജോലി കിട്ടിയില്ലെങ്കിൽ അവൻ ഡിഫാൾട്ടറായി. അതോടുകൂടി അവൻ്റെ ലൈഫ് തീർന്നു എന്നുള്ളതാണ്. അവന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, അവന് വാഹനം മേടിക്കാൻ പറ്റുന്നില്ല, അവനൊരു ഫ്ലാറ്റ് മേടിക്കാൻ പറ്റുന്നില്ല, അവനൊരു വീട് മേടിക്കാൻ പറ്റുന്നില്ല. എന്നോട് ഇന്നലെ ഞാനിത് കഴിഞ്ഞ ആഴ്ച നിർബന്ധം പിടിച്ച സമയത്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ബാങ്ക് ജീവനക്കാരിയാണ്, അവരോട് ഞാൻ ചോദിച്ചു. അവർ പറയാണ് അവർ ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവരും ബാങ്ക് ജീവനക്കാരിയാണ്. അപ്പോൾ ഈ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം ഇവളോട് ചോദിക്കുകയാണെന്ന്, 630 ഉള്ളൂ ഇല്ലേ സിവിൽ സ്കോറിന്? ഞാൻ പറയാം, കല്യാണം കഴിക്കണമെങ്കിൽ സിവിൽ സ്കോർ വേണ്ട നാടായി കേരളം മാറി എന്നുള്ള, ഇന്ത്യ മാറി എന്നുള്ളതാണ്. കല്യാണം കഴിക്കണമെങ്കിലേ പെണ്ണ് കാണാൻ വരുന്ന പയ്യൻ ഈ പറയുന്ന പെൺകുട്ടിയുടെ സിവിൽ സ്കോർ എടുത്ത് നോക്കിയിരിക്കുകയാണ്. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എവിടെയാണ് ഈ നാട് പോയി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ കഷ്ടമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊലച്ചതിയാണ് ബാങ്കുകൾ ചെയ്തത്. കൊലച്ചതി എന്നാണ് ഞാൻ പറയുക. എനിക്കൊരു പ്രശ്നം പറ്റി, ഞാൻ ബിസിനസ് കയറുന്നു. കോവിഡിൽ എത്രയോ ആൾക്കാർ ബിസിനസ് കയറുന്നു ഇല്ലേ? കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ ആൾക്കാർ ബിസിനസ് കയറുന്നു. ഇവർക്കൊന്നും ഈ നാട്ടിൽ ബിസിനസ് ചെയ്യണ്ടേ? ഇവർക്കൊന്നും ഈ നാട്ടിൽ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചല്ലോ. മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, സിബിൽ സ്കോറും ആ മൊറട്ടോറിയത്തിൻ്റെ ഭാഗമായി പെടുത്തണ്ടായിരുന്നോ? പെടുത്തിയില്ല. ആരാണ് ഈ ഉത്തരവാദി? ഇതിൻ്റെ ഉത്തരവാദി സർക്കാരല്ലേ? കേരളത്തിലെ 140 MLA-മാരുണ്ടല്ലോ, 20 MP-മാരുണ്ടല്ലോ, 4-5 രാജ്യസഭ MP-മാരുണ്ടല്ലോ. ഒരാൾ ഈ വിഷയം ഉന്നയിച്ചോ? ഒരാൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കണമെന്നേ. കേരള നിയമസഭ പ്രമേയം ജനങ്ങളുടെ കൂടെ വെക്കണം. നമ്മൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, രാഷ്ട്രീയ പൊതുപൊത്ത തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടത്. പ്രമേയം മാത്രം ജനങ്ങളുടെ കൂടെ നിൽക്കണം. ഇവർ വോട്ട് ചോദിച്ചിരുന്ന വീടുകളിൽ മുഴുവൻ ഈ പ്രശ്നമുണ്ടെന്നേ. എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടല്ലോ ആൾക്കാരെ, വേറെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു ലോൺ വേണം. എനിക്ക് 3 ബാങ്കുകളോ 4 ബാങ്കുകളോ സമീപിക്കാൻ പറ്റില്ല. സമീപിച്ചാൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് ഒരു ഹോം ലോൺ വേണം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 8%, യൂണിയൻ ബാങ്കിൽ 9%, അല്ലെങ്കിൽ SBIയിൽ 7%, അല്ലെങ്കിൽ ICICIയിൽ 8% എന്ന് വെച്ചാൽ ഇതിനെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല.
ഇവരെന്താണ്, ഞാൻ ICICI കൊടുത്തു, SBI കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബാങ്കിലേക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ മറ്റൊരിടത്ത് സമീപിച്ചില്ലേ ചോദിക്കുകയാണ്. എന്നിട്ടോ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടിയില്ല എന്നുള്ള ഉത്തരം ഇവിടെ പറയണം. മനസ്സിലായോ? നമുക്കൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ല. ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ? ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരി, ഞാൻ പറയുന്നതറിയോ, ഈ സമയം വരെ ഇതൊരു വലിയ സംഘടിത ശക്തിയാണ്. ഈ വലിയ സംഘടിത ശക്തി എന്ന് പറയുന്നത് അറിയോ, കോർപ്പറേറ്റുകളെ കൈകാര്യം ചെയ്യുന്ന വലിയ സംഘടിത ശക്തി. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊരു ബാങ്കിലൊരു ലോണിന് വേണ്ടി പോയി നമ്മൾ സിബിൽ സ്കോർ എടുത്തു. അപ്പോൾ പറയുകയാണ്, 650 സിബിൽ സ്കോർ ഉള്ളൂ, നിങ്ങൾക്ക് ലോൺ തരാൻ തയ്യാറല്ല പറഞ്ഞ് നമ്മൾ ലോണിൽ നിന്ന് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ മുത്തൂറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ സാധാരണ സ്ഥാപനത്തിൽ വിളിക്കും. നിങ്ങൾക്ക് ലോൺ വേണോ, ഞങ്ങൾ തരാം. എത്ര പലിശ? 32%. ഇവിടെ എത്ര പലിശ? 8%. ഈ 32% 5% കമ്മീഷൻ ഈ ഉദ്യോഗസ്ഥൻ മേടിക്കും. ഏത് ഉദ്യോഗസ്ഥൻ? മെയിൻ ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥനാണ് ഞാൻ പറയുന്നത്. ഈ 32% നിവൃത്തിയില്ല അവൻ്റെ മുന്നിൽ അങ്ങനെയാണ്. അവർ വണ്ടി മേടിക്കണം, അവർ വീട് പണിയണം, അവർ ചികിത്സിക്കണം, അവന് മരുന്ന് മേടിക്കണം, ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. നിവൃത്തിയില്ലാതെ 32% പോയി മേടിക്കും, അല്ലെങ്കിൽ 30%, 18% താഴെ ഒരു സ്വകാര്യ NBFCകളില്ലാന്ന്. 18% താഴെ കൊടുക്കുന്ന ഒരു സ്ഥാപനമില്ല. സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 30-32%. ഇത് മാത്രമോ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അണ്ണന്മാർ ലോണും കൊണ്ടുവരുമല്ലോ, ഇവർക്കും അവരടുത്തും പോയി മേടിക്കുകയാണ്. എന്നിട്ട് എന്താണ് അവസാനം ഈ പറയുന്ന കയറിൻ്റെ വില തൂങ്ങുന്നത് നമ്മൾ വാർത്തയായിട്ട് കൊടുക്കുകയാണ് അല്ലേ? എത്ര ആൾക്ക് ഒരു ദിവസം ഒരാൾ ഈ പറയുന്ന ബാങ്കിൻ്റെ അനീതിയിൽ മേലെ ലോണ് കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ മരിക്കുകയാണ്. വേറൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ലോൺ എടുത്തു, ഞാൻ മാത്രം ചെന്നാൽ തരൂല്ലോ, ഞാനൊരു ഗ്യാരണ്ടി കൊടുക്കണം. ഇപ്പം എനിക്ക് ലോൺ വേണം, ഞാൻ ജിമ്മി സാറോട് പറയാം, ജിമ്മി സാറേ എനിക്കൊന്ന് നിങ്ങൾ ഗ്യാരണ്ടി നിന്ന് തരുമെന്ന് പറയും. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, ജിമ്മി സാർ കുടുങ്ങി, ജിമ്മി സാറിൻ്റെ സിബിൽ സ്കോർ പോയി, പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 2-3 കമ്പനി ഉണ്ടാവും. 2-3 കമ്പനിക്ക് 3-4 എൻക്വയറി കൊടുക്കും. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചോദിക്കും, അവർക്ക് കൊടുക്കും, മറ്റോടത്ത് കൊടുക്കും. കൊടുത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും? അവൻ പറയുന്നത് എന്താണെന്നറിയോ, ഇവർ ഇതൊന്നും നോക്കുന്നില്ല, എൻ്റെ ഇൻഡിവിജ്വൽ മാത്രം നോക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരുടെ ഇൻഡിവിജ്വൽ മാത്രം നോക്കും. അവൻ എത്ര കമ്പനി ഉണ്ടെന്നൊന്നും നോക്കില്ല. അവൻ നോക്കുമ്പോൾ 4 കമ്പനിക്ക് വേണ്ടി 4 എൻക്വയറി നടത്തിയിട്ടുണ്ടാവും, 5 എൻക്വയറി നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറയ്ക്കുകയാണ്. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഒരു ധനകാര്യ സ്ഥാപനം. ഞാൻ പറയുന്നത് ഈ നമ്മുടെ RBI എന്ത് ചെയ്താലും നമുക്ക് തെറ്റല്ല കേട്ടോ. RBI തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റല്ല, കേന്ദ്ര സർക്കാർ തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റല്ല, അതായത് പട്ടാളം തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റല്ല. എന്തുകൊണ്ടാണ് തെറ്റല്ല? അവിടെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ജനപ്രതിനിധികളും നമ്മുടെ ഭരണ സംവിധാനം വിചാരിച്ചിരിക്കുകയാണ്. RBIക്ക് എന്ത് ചെയ്യാം? RBI ആർക്കാണ് കൊടുക്കുന്നത്? ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി നിയമം പാസ്സാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കാതെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ്. നമ്മളോട് ചോദിക്കാതെ നമ്മുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ വേറെ ഒരാൾക്ക് കൊടുക്കുകയാണ്. നമ്മളോട് ചോദിക്കാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വേറെ ഒരാൾക്ക് നോക്കുകയാണ്. ഇവരൊന്നും നമ്മുടെ ഡോക്യുമെൻ്റ് നോക്കിയല്ല, അസറ്റ് നോക്കിയിട്ടാണല്ലോ ലോൺ തരുന്നത്. ഞാനൊരു 10 ലക്ഷത്തിന് വേണ്ടി ലോൺ ചെന്നു. നമ്മുടെ ആധാരം, അടിയാധാരം, അതിൻ്റെ ഒരു വാല്യുവേഷൻ, അതിന് 3 ഇരട്ടി വാല്യുവേഷൻ ഉണ്ടോ എന്ന് നോക്കി, ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ മുഴുവൻ ഡോക്യുമെൻ്റ് അവിടെ കൊടുത്തിട്ട് അതെല്ലാം കഴിച്ചിട്ടാണ് നമുക്ക് ഈ ലോൺ തരുന്നത്. പിന്നെ എന്തിനാ ഇത് നമ്മൾ ഇനി സിബിൽ സ്കോർ നോക്കി നമ്മൾ തെറ്റിച്ചു. നമ്മൾ സിബിൽ സ്കോർ നല്ല ഒരു എത്രയാണ്, ഒരു 900 അല്ല 850 സിബിൽ സ്കോറുള്ള ഒരാൾ ഗുഡാണ് അല്ലെങ്കിൽ എക്സലൻ്റ് ആണ് വെക്കുക. നമ്മൾ തെറ്റിച്ചു. നമുക്ക് ഈ ആധാരം എടുക്കാതിരിക്കുന്നില്ലല്ലോ, സിബിൽ സ്കോറിൽ പിടിക്കാമല്ലോ. നമ്മുടെ ആധാരത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലേ? അപ്പോൾ എന്തൊരു ഗതികേടാണ് ജനങ്ങളോട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതുപോലെയുള്ള ശക്തമായ നടപടി ഞാൻ എന്താ പറയുന്നറിയോ, ഇത് എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതൊരു പാർട്ടിയുടെ ഭാഗമല്ല, ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമല്ല. ജനങ്ങൾക്ക് ഒന്നിച്ചിറങ്ങാൻ പറ്റില്ല, ആരെ ഇറങ്ങുന്നതെന്ന് അറിയില്ല. ഇതിലൊരു നേതൃത്വം നയിക്കാൻ ഒരാളുടെ, ഞാൻ വിചാരിക്കുന്നത് ഇതിലൊരു നേതൃത്വം നയിക്കാൻ ഒരു പാർട്ടി ഇറങ്ങി തിരിച്ചാണ്ടല്ലോ, അവരെ പുറകിലാണ് ജനങ്ങളാണ് ഇറക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ശക്തമായ രീതിയിൽ പ്രതികരിക്കണം, ഇതിനേക്കാൾ കൂടുതൽ പ്രതികരിക്കണം. ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ രാഷ്ട്രീയക്കാരും ഗവൺമെൻറ്റും ഇടപെടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് റൈറ്റിങ്ങിൽ അടിയുണ്ടാക്കും എന്ന് പറയുന്ന കാലത്താണല്ലോ. അപ്പം ഈ സമയത്തൊക്കെ ഇതിനകത്ത് ഇടപെടുന്നതെന്നറിയോ, ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വിജയം കണ്ടു എന്നാണ് ഞാൻ ഈ കാര്യത്തിലൂടെ വിശ്വസിക്കുന്നത്. താങ്ക് യു. സിബിൽ നിരോധിക്കണമോ എന്നാണ് ചോദ്യം. സുജയ. സിബിൽ നിരോധിക്കേണ്ടതില്ല, പക്ഷേ സിബിലിന് നമ്മുടെ സാമ്പത്തിക അച്ചടക്കമാണല്ലോ സിബിൽ സ്കോറിലൂടെ വരുന്നത്. അതുപോലെ സിബിലിന് ഒരു അച്ചടക്കം കൊണ്ടുവരുന്നത് നന്നായിരിക്കുമെന്നാണ്. കാരണം RBI അതിലേക്ക് ഇതിനകം തന്നെ കടന്നിട്ടുമുണ്ട് എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അതായത് 2011 മുതൽ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് സിബിൽ ബാധകമാണ്. അതിനു മുൻപ് ബാങ്കുകൾക്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിരുന്നു 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ. അപ്പോൾ ഈ കഴിഞ്ഞ 14 വർഷമായി സിബിൽ മൂലം ദുരിതത്തിലായ
ആയ മനുഷ്യരുടെ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ പലതവണ വന്നിട്ടുള്ളതാണ്. അത് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനായി പാർലമെന്റിലും എത്തിയിട്ടുള്ളതാണ്. പാർലമെന്റിൽ ഈ വിഷയം കാർത്തി ചിദംബരം കഴിഞ്ഞ വർഷവും ഉന്നയിച്ചു. 2024 കാർത്തി ചിദംബരം ഉന്നയിച്ചതാണ്. ഇവിടെ അന്ന് ഈ സിദ്ദിഖി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് സിബിൽ എന്ന് പറയുന്നത് ഒരാൾക്ക് വായ്പ നിഷേധിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിബിലിലേക്ക് എത്തുന്നത്. അന്നത്തെ സിദ്ദിഖി കമ്മിറ്റിയാണ് RBI ഈ സിബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. പക്ഷേ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഞാനതിലൊരു അച്ചടക്കം വേണമെന്ന് പറയുന്നത്. പൂർണ്ണമായ നിരോധനം എന്നതിനേക്കാൾ അപ്പുറം നമുക്കൊരു മാനദണ്ഡം വേണം. കാരണം എത്രയാണ് നിങ്ങൾ ബോറോ ചെയ്തിരിക്കുന്നത് എന്നത് മനസ്സിലാക്കി വേണമല്ലോ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് റീപേയ്മെന്റിനുള്ള നിങ്ങളുടെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ വ്യക്തികൾ തമ്മിൽ കടം വാങ്ങുകയൊക്കെ ആണെങ്കിൽ പോലും അയാൾ അത് തിരിച്ചു തരുമോ എന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ കൊടുക്കുക. അല്ലാതെ നമുക്ക് ലാവിഷായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷേ വലിയ പണക്കാരനായ ആൻഡ്രോ സാറിന് പറ്റുമായിരിക്കും. പക്ഷെ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ സാമ്പത്തിക ആരോഗ്യം അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഇതിൽ ഓരോ മാസവും ഈ ട്രാൻസ് യൂണിയൻ ചെയ്യുന്ന ഓരോ മാസവും ഡാറ്റ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ഡാറ്റ ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതിവർഷമാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്, അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഈ അപ്ഡേഷൻ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ കൃത്യമായ അപ്ഡേഷൻ അവിടെ നടന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. കാരണം മൊറട്ടോറിയം ആയിരുന്നു. അപ്പോൾ ആ പീരീഡ് അവർ ഫ്രീസ് ആക്കി ഇടുകയാണ് വേണ്ടത്. പക്ഷേ സിബിൽ അത് ചെയ്തില്ല. അതിന് പകരം ആ മാസങ്ങളിലെല്ലാം മൊറട്ടോറിയം നിലനിന്നിരുന്ന മാസങ്ങളിലും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ റീപേയ്മെന്റ് നടക്കുന്നില്ല. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? സിബിൽ സ്കോർ കുറയും. അതാണ് കോവിഡ് കാലത്ത് നടന്നത്. അതേക്കുറിച്ച് വലിയ രീതിയിൽ കംപ്ലയിൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിലേക്ക് വന്നിരുന്നു. കാരണം നല്ല സിബിൽ സ്കോർ ഉള്ള ആളുകൾക്ക് മാത്രമേ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലടക്കം, അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. നമുക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിൽ വായ്പ എങ്ങനെയെങ്കിലും നമ്മൾ തരപ്പെടുത്തിയാൽ പോലും നമുക്ക് ഉള്ള നമ്മുടെ, അതായത് നമുക്ക് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വേണമല്ലോ. ഇപ്പോൾ നല്ല രീതിയിൽ സിബിൽ സ്കോർ മാനേജ് ചെയ്യുന്ന ഒരാളാണ് ലോണൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇങ്ങോട്ട് വിളിക്കും, ലോൺ വേണോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വിളിക്കും. നിങ്ങൾക്ക് വാഹന ലോൺ, അരുൺ സാറിനൊക്കെ കോൾസ് വരുന്നുണ്ടാവുമല്ലോ, വാഹന ലോൺ വേണോ, അതുപോലെ വീട് വയ്ക്കാൻ ലോൺ വേണോ എന്നൊക്കെ ചോദിച്ചുള്ള കോൾസ് ഒക്കെ വരും. കാരണം താങ്കളുടെ സിബിൽ സ്കോർ ഹെൽത്തി പൊസിഷനിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ദീർഘകാലത്തെ വീഴ്ചയുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ച ജസ്റ്റിസ് N മാലയുടെ ഉത്തരവ്, അത് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. പണം കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ജീവനക്കാർ കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. അതില്ലാത്ത ഒരാളെ എങ്ങനെയാണ് പൊതുജനങ്ങളുടെ പണം സൂക്ഷിക്കാനായി നിയോഗിക്കാൻ സാധിക്കുക? അപ്പോൾ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനത്തിലടക്കം, ഇത് SBIയുടെ കേസാണ്. അപ്പോൾ SBIയുടെ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം, അതൊക്കെ അവരുടെ വിജ്ഞാപനത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2018 ഈ പർട്ടിക്കുലർ കേസ് ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ICICI ബാങ്കിൽ ഇദ്ദേഹം ഡെപ്യൂട്ടി മാനേജർ ആയിരുന്നു. അന്ന് 3 വായ്പ എടുത്തു. 90,000 വായ്പ, 1.25 ലക്ഷത്തിൻ്റെ വായ്പ, അങ്ങനെ 3 വായ്പ ഇയാൾ എടുത്ത് തിരിച്ചടയ്ക്കുന്നതിന് കാലതാമസം നേരിട്ടു. അതിനുശേഷമാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ജോലി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നു SBIയിൽ. പക്ഷേ ആ മുൻപത്തെ ആ ക്രെഡിറ്റ് സ്കോറിൽ ഉണ്ടായ വീഴ്ച അതവിടെ കിടക്കുകയാണ്. അതിനുശേഷമുള്ള അപ്ഡേഷൻ നടക്കുന്നില്ല. ഇയാൾ ലോൺ അടച്ചു തീർത്തതിന് ശേഷവും ആ അപ്ഡേഷൻ അവിടെ നടന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ഡിസിപ്ലിൻ പാലിക്കുന്ന ഒരാൾക്ക് ഒരിക്കൽ അപാകതയുണ്ടായി, പിന്നീട് അത് പരിഹരിച്ചു കഴിഞ്ഞാലും കൃത്യമായ അപ്ഡേഷൻ നടന്നില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. അതിലിപ്പോൾ SBI കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, അത് ഈ വർഷം മുതൽ നടപ്പായിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമ്മൾ മന്ത്ലി പേയ്മെന്റ്സ് അടയ്ക്കണം അല്ലെങ്കിൽ ഇയർലി പേയ്മെന്റ്സ് അടയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടൂ എന്നൊരു മാനദണ്ഡം വരുന്നു. അതിപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ RBIയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഫ്രീ ആക്സസ് ടു യുവർ ക്രെഡിറ്റ് റിപ്പോർട്ട്, അതാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യു ക്യാൻ ട്രാക്ക് ഇഫ് സമൺ ഹാസ് റോങ്ലി ലിസ്റ്റഡ് മിസ്ഡ് പേയ്മെന്റ്സ്, അതായത് തെറ്റായുള്ള എൻട്രി ഉണ്ടെങ്കിൽ അത് നോക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കംപ്ലയിന്റ് റിഡ്രസൽ, അതാണ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മാനദണ്ഡം അനുസരിച്ച് നമുക്ക് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അപ്പീൽ പോകാനായിട്ടുള്ളൊരു അതോറിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൂടി ഇപ്പോൾ RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനകത്ത് ഈ ക്രെഡിറ്റ് ബ്യൂറോസ് ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ആ പർട്ടിക്കുലർ വ്യക്തിയെ, ആ ബാങ്ക് തന്നെ ആ പർട്ടിക്കുലർ വ്യക്തിയെ അത് അറിയിക്കണം എന്നതുകൂടി ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുമെന്നുള്ളതാണ് RBI അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് റിജക്ഷൻ വരുമ്പോൾ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു, ആ റീസൺ കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പുതിയ സർക്കുലറിൽ പറയുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് റെക്കോർഡിന്റെ ഫാസ്റ്റർ അപ്ഡേറ്റ്സ്, അതാണ് ഇപ്പോൾ സിവിൽ സ്കോറിന്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത്. ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് നൗ റിപ്പോർട്ട് ദെയർ റീപേയ്മെന്റ് ഡാറ്റ ടു ക്രെഡിറ്റ് ബ്യൂറോസ് വിതിൻ 21 days. 3 ആഴ്ചയാക്കി, ഇത് 3 ആഴ്ചയാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് റീപേയ്മെന്റ് ഡാറ്റ കൊടുക്കേണ്ടതാണ് 15 ദിവസം. 15 ദിവസം എന്ന് പറയുന്നത് അപ്ഡേഷനാണ്. അപ്ഡേഷന് 15 ദിവസം. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് 3 weeks എന്നുള്ളതാണ്. നേരത്തെ ആൻഡ്രോ സാർ പറഞ്ഞ ഒരു
കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും RBI ഇക്കാര്യത്തിൽ പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. കാരണം ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഇതിൽ വരികയാണ്. അപ്പോൾ അത് ബാങ്കുകൾ ഇനിയും അറിഞ്ഞില്ല എന്ന് ധരിക്കരുത്. കാരണം മനുഷ്യരിത് അറിയട്ടെ. കാരണം RBI ഈ രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും ബാങ്കുകൾ പറ്റിക്കുന്നതിനായിട്ടുള്ള ഈ ശ്രമങ്ങൾ നടത്തരുത്. മറ്റൊരു കാര്യം, ഈ സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പറയുന്നത് ലോങ് ടേം അല്ല, ഹ്രസ്വകാല സ്വർണ്ണപ്പണയ വായ്പ എടുക്കാനാണ് ബാങ്കുകൾ പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിയിച്ചത് അങ്ങനെയാണ്. അതായത് നിങ്ങളൊരു ഷോർട്ട് ടേം സ്വർണ്ണപ്പണയ വായ്പ എടുക്കുക. അപ്പോൾ സ്വർണ്ണമൊക്കെ അവരുടെ കയ്യിലില്ലെങ്കിൽ ഉള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി വെക്കും. അങ്ങനെ ക്രെഡിറ്റ് സ്കോർ ഉയർത്തും. അങ്ങനെ വായ്പ എടുക്കുന്ന ആളുകളുമുണ്ട്. കാരണം പെട്ടെന്ന് വായ്പ കിട്ടുക എന്നതാണ്. കാരണം സ്വർണ്ണപ്പണയ വായ്പയ്ക്ക് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ മതി. നിങ്ങളുടെ സിവിൽ സ്കോർ ഒന്നും അതിന് ബാധകമല്ല. സിവിൽ സ്കോർ ഒന്നും അതിൽ നോക്കില്ല. അപ്പോൾ അത് വെക്കുന്നു. അതിനുശേഷം ക്രെഡിറ്റ് സ്കോർ ഉയർത്തുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹോം ലോണോ മറ്റേത് വായ്പയാണോ അത് എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ മഹാരാഷ്ട്രയിൽ സാർ നേരത്തെ പറഞ്ഞ കല്യാണ ആലോചന വന്നപ്പോഴല്ലേ അത് സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ കല്യാണം ആയതിനു ശേഷം മുർത്തിസാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് 2025 ഫെബ്രുവരി 8 കല്യാണമെല്ലാമായി കല്യാണത്തിന്റെ ദിവസം അടുക്കുമ്പോഴാണ് ഈ പെണ്ണിന്റെ അമ്മാവൻ വരന് സിബിൽ സ്കോർ കുറവാണ്, ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. എന്നിട്ട് ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അത് നടന്നത് മഹാരാഷ്ട്രയിലാണ്, ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ് ഇതിന് അടിസ്ഥാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ കൃത്യമായി ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. ഒരാൾ തിരിച്ചടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യണം. ആ നീതി നിഷേധം ഒഴിവാക്കി കഴിഞ്ഞാൽ സിബിൽ എന്ന് പറയുന്ന ഒരു മാനദണ്ഡം നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നവരുണ്ട്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് ഉള്ളവരുണ്ട്. അതൊക്കെ ലോങ് പെൻഡിങ് ആക്കുന്നത് അത് ബാങ്കിനും നഷ്ടമാണ്. രണ്ടു കൂട്ടർക്കും കൃത്യമായ കാര്യങ്ങൾ നടക്കണമല്ലോ. ഈ ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബാങ്കുകൾ എടുക്കുന്ന ഡാറ്റകളും ഓരോ കണക്കുകളും അറിയുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്താണ്, ഇതിന് റേറ്റിംഗ് ഇടാൻ പാടില്ല. ഈ 300 തുടങ്ങി 900 വരെയും അതിനകത്ത് 700 താഴെയാണെന്ന് പറഞ്ഞാൽ മാത്രമല്ല സാറേ, ഞാൻ പിഴപ്പലിശ സഹിതം അടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സ്കോർ കുറഞ്ഞതാണ് എന്ന് ബാങ്കിലെ മാനേജർ പറയണം സിവിൽ സ്കോർ കുറവാണെന്ന്. എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയത്? അത് ലൈഫ് ലോങ് ആണല്ലോ. ലൈഫ് ലോങ് അതേ പറഞ്ഞു. ഒരിക്കൽ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ വിദ്യാർത്ഥികളുണ്ടല്ലോ, കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പം ഈ എല്ലാ ഈ ബജാജ് ഫിനാൻസ് ഒക്കെ ഇപ്പം ഇത് കൊടുക്കുന്നുണ്ടല്ലോ, എന്ത് ഈ മൊബൈൽ ഫോൺ വാങ്ങാനൊക്കെ ലോൺ കൊടുക്കുമല്ലോ. അവരെന്താ നോക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ സിബിൽ സ്കോർ 700 അപ്പോൾ വേറെ ഡോക്യുമെന്റ് വേണം, അപ്പോൾ കൊടുക്കും. 3 ആഴ്ച കൊണ്ട് ഇവനത് തെറ്റും. കാരണം 2 ലക്ഷത്തിന്റെ മൊബൈലാണ് ഈ ചെറിയ അതോടുകൂടി തീർന്നവൻ. സിബിൽ നിരോധിക്കണമോ എന്നാണ് ചോദ്യം. രണ്ടുപേരുടെ അഭിപ്രായം യെസ് എന്നും രണ്ടുപേരുടെ അഭിപ്രായം നോ എന്നുമാണ്. Meet the editors.